യെസ്, അടുത്തത് ഒരു പ്രത്യേക അതിഥിയുണ്ട്. പങ്കെടുത്ത സ്വാഭാവികമായും കലോത്സവ നിലയിൽ നിന്ന് 4ാം ദിവസമല്ലേ, അപ്പൊ പങ്കെടുത്ത 4 മത്സരങ്ങളിലും എ ഗ്രേഡ് നേടിയ ഒരു മിടുക്കനെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ? 3 ഇനവും നമുക്ക് ഇപ്പോൾ അവതരിപ്പിക്കാൻ പറ്റും. തീർച്ചയായും. അതെ അതെ അതെ. പേര് സിദ്നാൻ താജ്, കണ്ണൂർ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ. സിദ്നാൻ, കമോൺ, പേര് വിളിക്കില്ലേ ഇനി, പ്രശ്നമാണ്. സിദ്നാൻ താജ്. അപ്പോ കണ്ണൂരാണ് ഇപ്പൊ മുന്നിൽ, 11 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 1 പോയിന്റിന്റെ വ്യത്യാസത്തിലൊക്കെയാണ് കപ്പ് എടുക്കാറ്. അപ്പോൾ നിർണായകമായ 4ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ 11 പോയിന്റിന്റെ ലീഡെന്ന് പറയുമ്പോൾ അത് വലിയൊരു ആശ്വാസമാണ്. കാരണം നല്ല ഗ്യാപ്പുണ്ട്. 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ സ്വർണ്ണ കപ്പ് കഴിഞ്ഞ വർഷവും നഷ്ടമായി. അപ്പോൾ സിദ്ദിനാൻ, ഈ കണ്ണൂരുകാരൻ എന്ന നിലയിൽ ഇപ്പം എന്താണ് ഒരു മനസ്സിൽ? എല്ലാവരും നല്ല സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജില്ലക്ക് മുന്നേറാൻ കഴിയുന്നത്. 40 പോയിന്റ് ആണ് സ്വന്തമാക്കി കൊടുത്തിരിക്കുന്നത് കണ്ണൂരിന്. അഭിമാനമല്ലേ? സിദ്ദിനാൻ, നമുക്ക് ആദ്യം ലളിതഗാനം പാടിയാലോ? സമ്മാനാർഹമായ ലളിതഗാനം പാടണം. പിന്നെ ഗസലുണ്ട്, പിന്നെ മാപ്പിളപ്പാട്ടുണ്ട്, പിന്നെ ഒരു സിനിമാ പാട്ടുണ്ട്. നമുക്ക് വട്ടപ്പാട്ടിന് വരെ ഒരു സിനിമാ പാട്ട് പാടാം. ഓക്കെ, അപ്പോൾ ലളിതഗാനം സമ്മാനാർഹമായ എ ഗ്രേഡ് അല്ലേ, പാടും. ആർദ്രമാം സന്ധ്യയിൽ അരുണിമ പടർന്നു, തണൽവാക ചാമരം വീശി, ചെമ്പൂക്കൾ ഇതളടർന്നു, മിഴികളോ കിനാവിൻ കണി തേടി, കാത്തിരിപ്പു നിഴലാടും വഴിയിലോ തിരി തെളിഞ്ഞു, ആർദ്രമാം സന്ധ്യയിൽ അരുണിമ പടർന്നു, തണൽവാക ചാമരം വീശി. രാവിലെ തന്നെ ഇങ്ങനെ സംഗീതത്തിൽ അലിഞ്ഞു പോയി. എത്ര നല്ല സ്വരമാധുരിയാണ്, ശബ്ദമാണ് മോനെ. ഇനിയും മുകളിലോട്ട് പോകാൻ ഉറപ്പായിട്ട് പറ്റുമോ? ടോപ്പിലെത്തണം. ഭാവിയിൽ എന്താവാൻ ആഗ്രഹം? ഭാവിയിൽ മ്യൂസിക് ഡയറക്ടർ ആകാനാണ് ആഗ്രഹം. മ്യൂസിക് ഡയറക്ടർ ആവാനാണ് ആഗ്രഹം. അത് ഭയങ്കര ഒരു ചേഞ്ച് ഉള്ള ഒരു സാധനമാണ്. ശരിക്കും ഈ മ്യൂസിക് ഡയറക്ടേഴ്സിൽ അധികം പേരും നന്നായി പാട്ട് പാടുന്നവരാണ്. അത് എല്ലാം നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ നന്നായി പാടാൻ പറ്റുന്ന ഒരാള് എനിക്ക് പാട്ടിൽ തുടരുന്നതിനപ്പുറത്ത് പാട്ട് സംഗീതം ചെയ്യുന്ന ആളായി തുടരണമെന്നുള്ള ആഗ്രഹം എന്തുകൊണ്ടാണ്? അറിയില്ല, അത് അങ്ങനെ ആയിപ്പോയി. വീട്ടിലുള്ളവരുടെ പിന്തുണ എങ്ങനെയാ? ഭയങ്കര സപ്പോർട്ടാണ്, അടിപൊളിയാണ്. മാപ്പിളപ്പാട്ട് 4 വരി. എത്തുമീ പരിശുദ്ധ ബാലനിൽ പത്തിനി ഹുസ്നുൽ ജമാൽ, എപ്പോഴും അവരൊപ്പരം മനം തപ്പിടാതെ തരത്തിനാൽ, മുത്തുനാസുകൾ മുത്ത് ബീവിയും, മുത്തുനാസുകൾ മുത്ത് ബീവിയും, സുത്തമാം ബദറുൽ മുനീർ, ഉപ്പ് രണ്ടരും ലുപ്പ് ചേർന്നതിൽ ദമ്പണീന്തിടും തിട്ടമേ, എത്തുമീ പരിശുദ്ധ ബാലനിൽ പത്തിനെ ഹുസ്നുൽ ജമാൽ, എപ്പോഴും അവരൊപ്പരം മനം തപ്പിടാതെ തരത്തിനാ. പുതിയ കാല പിള്ളേർക്കൊരു ശബ്ദത്തിന്റെ ഒരു ശൈലിയുണ്ട്, ശബ്ദത്തിന് തന്നെ ഒരു രീതിയുണ്ട്. ഒരു ഹസ്കി മനോഹരമായൊരു ശബ്ദമാണ്. അപ്പോൾ ഈ തെക്കൻ കേരളത്തിൽ സാധാരണ ഗസലിന് വലിയ കേട്ടിരിക്കും, പക്ഷെ വലിയ പ്രാധാന്യം ഒന്നുമില്ല. പ്രാധാന്യം ഇല്ല എന്ന് പറഞ്ഞാൽ ആരാധകരുണ്ട്. പക്ഷെ ഇവിടേക്ക് വന്നാലോ, ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ് ഇപ്പോൾ കോഴിക്കോടാകട്ടെ കണ്ണൂരാകട്ടെ വലിയ ആസ്വാദകരാണ്. ഗസൽ എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ ഹൃദയത്തിലാണ് അതിന് സ്ഥാനം. അപ്പോൾ ഗസലിനും എ ഗ്രേഡാണ്. അപ്പോൾ ഗസൽ കൂടി പാടാം. जाता हूँ दाग हसरते हस्ती लिए हुए, जाता हूँ दाग हसरते हस्ती लिए हुए,
कूश्त दर खुरे महफिल नहीं रहा जिस दिल पे नाज था मुझे वो दिल नहीं रहा अर्ज़े नियाज़े इश्क़ के काबिल नहीं रहा अर्ज़े नियाज़े इश्क़ के. വാവ്, അതെ, ഈ സ്വരം ശുദ്ധിയാക്കാൻ പണ്ടുള്ളവർ ഈ സാധകം ചെയ്യുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂജൻ എങ്ങനെയാണ് ഈ സ്വരം ശുദ്ധിയാക്കാൻ, അല്ലെങ്കിൽ ഈ സൗണ്ട് മനോഹരമാകാൻ അങ്ങനെ എന്തെങ്കിലും ടിപ്സ് പരീക്ഷിക്കാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യാം. 4 ഐറ്റത്തിനാണ് പങ്കെടുത്തത്. അപ്പം ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വരുന്നതിന് മുന്നോടിയായി എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്? എത്ര നാളായിരുന്നു പരിശീലനം? 2-3 മാസം പ്രാക്ടീസ് ചെയ്തു. സബ് ജില്ല മുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ മാപ്പിളപ്പാട്ട് പഠിപ്പിച്ചത് സിമ്യ ഹംദ എന്ന് പറഞ്ഞ ടീച്ചറാണ്. അതുപോലെ ലൈറ്റ് മ്യൂസിക് പഠിപ്പിച്ചത് ശ്രീത ബിജേഷ് ചേച്ചി. പിന്നെ ഗസൽ പഠിപ്പിച്ചത് ഡോക്ടർ ഹംബിൾ ഷൈൻ സാർ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റി. സിദ്ദിനാന്റെ ശബ്ദം കൂടുതൽ മെലഡി പാട്ടുകൾക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു സിനിമാ ഗാനം കൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം. അടിപൊളി പാടുമെങ്കിൽ അതും പാടണം. ആദ്യം മെലഡി. മാതളങ്ങൾ തളിർ ചൂടിയില്ലേ കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ മദകൂജനമാർന്നിണപ്രാക്കളില്ലേ പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുണരാം കുളിർ ചൂടി വരാം പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയും നിറമുന്തിരിനിൻ മുഖസൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴാധരം പോൽ. കൃഷ്ണരാജ്, ഈ പാട്ടോടുകൂടി ഞാൻ ഈ കൊച്ചണിയന്റെ ആരാധികയായി മാറി കേട്ടോ. യെസ്, നമുക്കൊരു അടിച്ചുപൊളി പാട്ടുകൂടി പാടിയാലോ? ഓരിലത്താളി ഞാൻ തേച്ചു തരാം നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം നിന്റെ തൊടുനെറ്റിപ്പൂവിലൊരുമ്മ വയ്ക്കാം അരയിലാടുന്ന പുടവ മൂടുന്നൊരഴകും ഞാനല്ലേ കരളിലാളുന്ന കനലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ കതിരവനെറിയുമൊരറിയ ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കുക്കു കണി കാണാ കുന്നിൽ മിന്നും തിരുകോടി പാവും അടിപൊളി അടിപൊളി അടിപൊളി. എത്ര 4 ഇനങ്ങളിൽ പങ്കെടുത്തു. 5ാമത്തേതിനും 6ാമത്തേതിനും നമ്മളിപ്പോ ഇവിടെ വേദി കൊടുത്തു. എ ഗ്രേഡിന് മുകളിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? എന്നാ അതങ്ങ് കൊടുത്തേക്കാം നമുക്ക്. അവന് നന്നായിട്ടുണ്ട് മോനെ. ചുമ്മാതാണോ 4 ഐറ്റത്തിന് എ ഗ്രേഡ് കിട്ടിയേ. എന്നാലും അഭിനന്ദനങ്ങൾ. എന്തെങ്കിലും പാട്ടുകൾ സ്വന്തമായി ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? വരി അങ്ങനെ കിട്ടിയിട്ടില്ല, ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഭാവിയിലെ സംഗീത സംവിധായകന് അല്ലെങ്കിൽ പിന്നണി ഗായകന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച് മോനെ. അപ്പോൾ സിദ്ദിനാൻ താജ്, കണ്ണൂർ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിദ്ദിനാനാണ് നമുക്കൊപ്പം ചേർന്നത്. ഗംഭീരമാക്കി ഒരു ഗാന, അതെ, ഒരു രാവിലെ തന്നെ ഒരു എനർജി ഇങ്ങോട്ട് പറയാ. നോക്കൂ, അവസാനത്തെ സ്പീഡ് സോങ് ആണെങ്കിൽ പോലും അതിലും ഒരു മെലഡി എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്.